ഹിന്ദി ആക്ടർ ഗോവിന്ദ് കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി. അവതാർ എന്ന സിനിമയിൽ അദ്ദേഹത്തെ ലീഡ് റോൾ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. അവർ ഓഫർ ചെയ്തത് 18 കോടിയാണ്, 410 ദിവസത്തെ ഷൂട്ട്. ഗോവിന്ദക്ക് സ്ക്രിപ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ 410 ദിവസം മണിക്കൂറുകളോളം ശരീരത്തിൽ പെയിൻ്റൊക്കെ അടിച്ചിങ്ങനെ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവുമെന്ന് പറഞ്ഞിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഗോവിന്ദ് വേണ്ടെന്ന് വയ്ക്കുകയാണ്. 2009 ഇറങ്ങിയ അവതാർ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. $2 ബില്യൺ കളക്ഷൻ നേടിയത്. ഗോവിന്ദക്ക് ഇന്ന് സങ്കടമുണ്ട്. ഷോൺ കോണറിയെ ദ ലോർഡ് ഓഫ് ദ റിങ്സിൽ അഭിനയിക്കാൻ വേണ്ടി ലീഡ് റോൾ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ അഭിനയിക്കുന്നില്ല. അപ്പോൾ അവർ $30 മില്യൺ ഓഫർ ചെയ്തു. അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു ലാഭത്തിൻ്റെ 15% തരാം, എന്നുവെച്ചാൽ $500,000. അതും വേണ്ടെന്ന് വെച്ചു. ലോർഡ് ഓഫ് ദ റിങ്സ് ഹിറ്റായി. ഷോൺ കോണറിക്ക് നഷ്ടം. ഈ രണ്ട് വലിയ നടന്മാരും അവിടെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അവർ നഷ്ടപ്പെടുത്തിയത്. ദ ഗോസ്പൽ സിമിലർ സിറ്റുവേഷനാണ്. ഈശോയുടെ ചുറ്റും വലിയൊരു ജനക്കൂട്ടന്മാരാണ്. അവർക്ക് മുന്നിൽ നിൽക്കുന്ന വലിയൊരു സാധ്യതയാണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈശോ. പക്ഷെ അവരത് ടേൺ ഡൗൺ ചെയ്തു. അവരടയാളം ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നത്, നിങ്ങൾ എത്രയും അത്ഭുതങ്ങൾ കണ്ടു, എന്നിട്ട് നിങ്ങൾ വീണ്ടും സൈൻ ചോദിക്കുകയാണ്. നോ മോർ സൈൻസ്. ഈശോ പറഞ്ഞ അന്ത്യദിനത്തിൽ 2 പേരാണ് നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയാൻ വരിക. ഒന്ന് നിനവേക്കാരാ. നിനവേ ക്രൂരതയുടെ ഒരു നാടായിരുന്നു. പക്ഷെ ഒറ്റ ദിവസത്തെ ധ്യാനം കൊണ്ട് അവരുടെ ക്രൂരതയൊക്കെ അവർ ഉരിഞ്ഞു മാറ്റാണ്. അവർ നന്നായി. പിന്നെയുള്ളത് ക്യൂൻ ഓഫ് ഷേബയാണ്. സോളമൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർ എത്യോപ്യയിൽ നിന്ന് 1500 മൈലുകൾ യാത്ര ചെയ്ത് സോളമനെ കാണാൻ വന്നു. ഈ 2 കൂട്ടരെന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരാ. പക്ഷെ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അറിവിനെ എംബ്രേസ് ചെയ്യാണ്. പക്ഷേ ഈശോയുടെ കാലത്ത് ഈശോനെ അറിഞ്ഞിട്ടും ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ഈശോനെ എംബ്രേസ് ചെയ്യാത്ത ദുഷിച്ച തലമുറയാണ് നിൽക്കുന്നത്. ഇത് നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മുന്നിൽ ഈശോയുണ്ട്, നമ്മുടെ മുന്നിൽ വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടും നമ്മളത് സ്വീകരിക്കാതിരുന്നാലോ? നമ്മൾ വീണ്ടും അടയാളങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നാലോ?